സ്റ്റോറി പാർവതി മഹാദേവൻ. പ്രസന്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VA. അവരുടെ നേരെ ചിരിയോടെ നടന്നു വരുന്ന ആളെ കണ്ട് അപർണയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവൾ ഇന്ദ്രന്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവനെ നോക്കി. എന്നാൽ ഇന്ദ്രന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഇല്ലായിരുന്നു. ഇന്ദ്രൻ ചക്കിയെ നോക്കി ചിരിയോടെ തന്നെ നിന്നു. ഹലോ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഇന്ദ്രജിത്ത്. പരിഹാസച്ചിരിയോടെ പറയുന്നവളെ കണ്ട് അപർണയുടെ മുഖം ദേഷ്യത്തോടെ ചുവന്നു. എന്നാൽ ഇന്ദ്രന് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവൻ അപർണയെ ചേർത്ത് പിടിച്ച് തന്നെ അവിടെ നിന്നു. എന്നാൽ അപർണയുടെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഇല്ലാത്തത് കണ്ട് അനന്യ പിന്നെയും സംസാരിച്ചു തുടങ്ങി. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത് ഞാനാ, ഇപ്പോൾ നിന്റെ ഭർത്താവായിരിക്കുന്ന ഇന്ദ്രജിത്തിൻ്റെ എക്സ് ലവർ അനന്യ. അനന്യ അപർണയെ നോക്കി പറയുന്ന കേട്ടതും അപർണയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ സമയം ഇന്ദ്രൻ്റെ മുഖവും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുക്കി. അവസാനം നിനക്ക് തന്നെ നറുക്ക് വീണല്ലേ അപർണേ? ഇത്രയും അൺറൊമാൻറ്റിക്കായ ഇവൻ്റെ കൂടെ താമസിക്കുന്ന നിന്നെ സമ്മതിക്കണം. കോളേജിലെ വലിയ ഹീറോയും ആരാധനാ കഥാപാത്രവും പിന്നെ വർമ്മ ഗ്രൂപ്പിൻ്റെ ബിസിനസ്സും ഒക്കെ കണ്ട് തന്നെയാണ് ഞാൻ ഇവനെ പ്രണയിക്കാൻ തുടങ്ങിയത്. പക്ഷെ സ്വന്തം കാമുകിയെ ചേർത്ത് പിടിക്കുകയും ചുറ്റിക്കറങ്ങാൻ കൊണ്ടുപോവുകയും ഒന്ന് ചുംബിക്കുക പോലും ചെയ്യാത്തൊരു കാമുകൻ എവിടെയെങ്കിലും ഉണ്ടാവോ? അങ്ങനെയുള്ള ഒരുവനായിട്ടും ഇവനെ ഞാൻ സ്നേഹിച്ചത് ഇവൻ്റെ സ്വത്ത് കണ്ട് മാത്രം. അങ്ങനെ എല്ലാം കല്യാണത്തോടടുത്തപ്പോഴാണ് വർമ്മ ഗ്രൂപ്പ് തകർന്നെന്നറിഞ്ഞത്. പിന്നെ ഇവനെപ്പോലൊരു യൂസ്ലെസ് ഫെലോയുടെ കൂടെ ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവനുമായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറിയത്. പക്ഷെ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ലൈഫ് ഇപ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവനെ എങ്ങനെ ഞാനൊന്ന് കെട്ടിയിരുന്നെങ്കിൽ ഇന്ന് നീ നിൽക്കുന്ന ദയനീയമായ അവസ്ഥയിൽ ഞാൻ നിൽക്കേണ്ടി വന്നേനെ. ഓഹ്, ഐ ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. അനന്യ അപർണയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കവിളിൽ അടി കിട്ടിയതും ഒരുപോലെയായിരുന്നു. ഞെട്ടലോടെ മുഖം ഉയർത്തി നോക്കി അനന്യ കത്തുന്ന കണ്ണുകളോടെ തന്നെ നോക്കി കൈ കുടയുന്നവളെ കണ്ട് അനന്യ ദേഷ്യത്തോടെ അപർണയെ നോക്കി. എന്നാൽ ഇതെല്ലാം കണ്ട് ചിരിയോടെ അപർണയെ ചേർത്ത് പിടിച്ച് നിൽക്കുമായിരുന്നു ഇന്ദ്രൻ. ഡി നീനെ? അനന്യ ദേഷ്യത്തോടെ പറഞ്ഞു കഴിയുന്നതിന് മുമ്പേ അപർണയുടെ ശബ്ദം ഉയർന്നു. അതേടി, ഞാൻ നിന്നെ തല്ലി. നീ നേരത്തെ പുച്ഛത്തോട് പറഞ്ഞില്ലേ മിസ്സിസ് ഇന്ദ്രജിത്ത് എന്ന്? അത് ഈ അപർണ അഭിമാനത്തോടെ തന്നെയടി പറയുന്നത്. നീ എന്താടി എൻ്റെ ജിത്തേട്ടനെ കുറിച്ച് പറഞ്ഞത്? യൂസ്ലെസ് ഫെലോ എന്നോ? നിന്നെ പോലൊരുത്തിയെ പ്രേമിക്കാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനുള്ള ഗതികേടൊന്നും എൻ്റെ ജിത്തേട്ടനില്ല. അവളൊരു കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുന്നു. എൻ്റെ ജിത്തേട്ടൻ റൊമാൻറ്റിക് അല്ല പോലും. ഡി, എന്നാൽ നീ കേട്ടോ, ഈ ആൻറൊമാൻറ്റിക് ആണെന്ന് പറഞ്ഞ എൻ്റെ ഈ ജിത്തേട്ടൻ്റെ കുഞ്ഞാടി എൻ്റെ ഈ ഉദരത്തിൽ ഇപ്പോൾ തുടിക്കുന്നത്. അപർണ ദേഷ്യത്തോടെ വിറയ്ക്കുമായിരുന്നു. അവളുടെ ഭാവം കണ്ട് അനന്യ ഞെട്ടി അവളെ നോക്കി. അവളുടെ കാതിൽ കേട്ട വാക്കുകളൊന്നും വിശ്വസിക്കാനാവാതെ അനന്യ അത്ഭുതത്തോടെ ഇന്ദ്രനെ നോക്കി. എന്നാൽ ആ സമയം അപർണയുടെ ഭാവം കണ്ട് ഇന്ദ്രൻ ഒരു നിമിഷം ഭയന്നു പോയി. അപർണ ദേഷ്യം കൊണ്ട് കിറിച്ചു പോയിരുന്നു. ഇന്ദ്രൻ അപർണയെ തന്നോട് ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി. എന്നാൽ ഇന്ദ്രൻ്റെ ഇങ്ങനെയുള്ള കരുതലൊക്കെ കണ്ട് അതിശയത്തോടെ നോക്കുകയായിരുന്നു അന്യ. ഇവന് ഇങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കാനും കരുതലോടെ നോക്കാനൊക്കെ അറിയോ? പ്രണയിച്ച് നടന്നിരുന്ന കാലത്ത് അവനോടൊന്ന് ചേർന്ന് നിന്നാൽ പോലും തന്നെ അവനോട് ചേർത്ത് പിടിക്കാത്തവനാ ഇന്ന് അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നത്. അനന്യയുടെ മനസ്സിൽ അപർണയോട് കുശുമ്പ് തോന്നി. ചക്കി, നീ ഓക്കെ അല്ലേ? ഇന്ദ്രൻ്റെ വേവലാതിയോടെയുള്ള ശബ്ദം കേട്ടപ്പോഴേക്കും അപർണ അവനെ നോക്കി ഓക്കെ ആണെന്ന് തലകുലുക്കി കാണിച്ചു. അത് കണ്ട് ഇന്ദ്രനും ആശ്വാസമായി. അവൻ അപർണയെ തന്നോട് ചേർത്ത് പിടിച്ചു തന്നെ അനന്യയെ ദേഷ്യത്തോടെ കൂർപ്പിച്ചു നോക്കി. അവൻ്റെ ദേഷ്യത്താൽ ചുവന്ന കണ്ണുകൾ കണ്ടതും അനന്യ അവനെ ഭയത്തോടെ നോക്കി. നിന്നെപ്പോലെ ഒരുത്തിയുടെ ദേഹത്ത് തൊട്ടാൽ ഞാൻ നാറും. അതുകൊണ്ടാ, ഇല്ലെങ്കിൽ എൻ്റെ പെണ്ണിനോട് നീ പറഞ്ഞ ഓരോ വാക്കിനും നീ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടേനെ. നീ എന്താടി പറഞ്ഞത്? ഇന്ദ്രൻ്റെ എക്സ് ലവറോ? നീയോ? എന്നാൽ നീ കേട്ടോ, ഇന്ദ്രൻ എക്സും ഇപ്പോഴും ഒക്കെ ആയിട്ട് ഇതാ ഇവിടെ മാത്രമേ ഉള്ളൂ ലവറായിട്ട്. അല്ലാതെ നീയൊന്നും ഈ ഇന്ദ്രൻ്റെ മനസ്സിൽ പോലും ഇല്ല. എൻ്റെ ഹൃദയത്തിന് അന്നും ഇന്നും അവകാശിത ഈ ചക്കി മാത്രമേ ഉള്ളൂ. പിന്നെ നീ പറഞ്ഞല്ലോ, ഒരു കാമുകനും കാമുകിയെ ചേർത്ത് പിടിക്കുകയോ ചുംബിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കില്ലെന്ന്. ശരിയാടി നീ പറഞ്ഞത്.
ഒരു കാമുകൻ തൻ്റെ കാമുകിയെ അങ്ങനെയൊക്കെ ചെയ്യും. സ്വന്തം പ്രണയിനിയെ മാത്രമേ അവൻ അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ടാടി ഞാൻ നിന്നെ അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നത്. കാരണം നീ എൻ്റെ പ്രണയിനിയല്ല. നീ എന്നെ പണത്തിന് വേണ്ടി പ്രണയിക്കാൻ ശ്രമിച്ച പോലെ എൻ്റെ കൂട്ടുകാരുടെ ബെറ്റും അതുപോലെ തന്നെ നിനക്ക് എന്നോടുള്ള പ്രണയം സത്യമാണെന്നും വിചാരിച്ച് ഞാനും നിന്നെ പ്രണയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ നിന്നെ 1% പോലും എനിക്ക് പ്രണയിക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ വേരുറച്ചു പോയതാടി എൻ്റെ ഈ ചക്കി. ഇന്ദ്രൻ അപർണയെ തന്നോട് ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ അനന്യ ആകെ വിയർത്തുപോയി. പിന്നെ നീ പറഞ്ഞത് ഈ ഇന്ദ്രജിത്ത് റൊമാൻറ്റിക് അല്ലെന്ന്. കണ്ണി കണ്ടവന്മാരുടെ അടുത്ത് റൊമാൻസ് കാണിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എൻ്റെ റൊമാൻസൊക്കെ ഞാൻ കാണിക്കേണ്ടവളോട് കാണിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി എന്നേക്കാൾ നന്നായിട്ട് എൻ്റെ പെണ്ണ് നിനക്ക് തന്നിട്ടുണ്ടല്ലോ. ഇനി നിനക്ക് വല്ലതും അറിയാനുണ്ടോ? ഇന്ദ്രൻ്റെ ഉറച്ച ശബ്ദം കേട്ടതും അനന്യ അവനെ ഞെട്ടിക്കൊണ്ട് നോക്കി. അവളുടെ തോള് പൊക്കി ഇല്ല എന്ന് കാണിച്ചു. ഇനി കൂടുതൽ സംശയങ്ങളുമായിട്ട് എൻ്റെയോ എൻ്റെ പെണ്ണിൻ്റെയോ മുമ്പിൽ നീ എങ്ങാൻ വന്ന ഈ ഇന്ദ്രൻ്റെ മറ്റൊരു മുഖം നീ കാണും. കോളേജിൽ വെച്ച് നീ കണ്ട ആ ഇന്ദ്രൻ തന്നെയാണ് ഞാനിപ്പോഴും. അതുകൊണ്ട് എന്നോട് കളിക്കാൻ ഇറങ്ങുന്നത് സൂക്ഷിച്ചു വേണം. ഇന്ദ്രൻ്റെ ഭീഷണിയോടെയുള്ള ഉറച്ച ശബ്ദം കേട്ടതും അനന്യ അപ്പോഴേ സ്ഥലം കാലിയാക്കി. എന്താ ഡാർലിംഗ് മുഖം വല്ലാതിരിക്കുന്നത്? തന്നെ ഉറ്റുനോക്കി ചോദിക്കുന്നവനെ കണ്ടതും അനന്യ വിളറിയ ചിരിയോടെ പറഞ്ഞു. ഒന്നുമില്ല രോഹിത്, നമുക്ക് ഇറങ്ങിയാലോ? ഓഫീസിൽ നിന്നൊരു കോൾ വന്നിട്ടുണ്ട്. അവിടെ അർജൻറ്റായ ഒരു മീറ്റിംഗ് ഉണ്ട്. അനന്യ വെപ്രാളത്തോടെ പറയുന്ന കേട്ട് രോഹിത് അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. നീ ഇങ്ങനെ ടെൻഷനാവാതെ വാ, നമുക്ക് പോവാം. രോഹിത് അനന്യയെ കൊണ്ട് വെളിയിലേക്ക് നടന്നു. ആ സമയം അനന്യയുടെ മനസ്സിൽ ആശ്വാസമായിരുന്നു. താൻ അവിടെ പറഞ്ഞതൊന്നും രോഹിത് കേട്ടില്ലല്ലോ എന്ന ആശ്വാസം. എന്നാൽ രോഹിത്തിൻ്റെ മനസ്സ് മുഴുവൻ അവളുടെ ബിസിനസ് എങ്ങനെ തന്നെ സ്വന്തമാക്കാമെന്നുള്ള ഗൂഢമായ ചിന്തയായിരുന്നു. എന്നാൽ ആ സമയം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെപ്പോലുള്ള അനന്യയുടെ പോക്ക് കണ്ട് അപർണ ഇന്ദ്രനെ നോക്കി ചിരിച്ചു. അവൻ്റെ ചുണ്ടിലും നിറഞ്ഞ ചിരിയായിരുന്നു. തൻ്റെ പ്രണയത്തിന് വേണ്ടി മാത്രമുള്ള ചിരി. എന്താണ് ചക്കി, നിനക്ക് ലോട്ടറി വല്ലതും അടിച്ചോ? അങ്ങോട്ട് പോയ നീയല്ലല്ലോ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്. മുഖത്തൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ. ഇന്ദു ചോദിക്കുന്ന കേട്ട് അപർണ അവൾക്ക് നിറഞ്ഞൊരു ചിരി കൊടുത്തു. അപർണ ഒന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇന്ദു ഇന്ദ്രനെ നോക്കി എന്താണെന്ന് കൈകൊണ്ട് കാണിച്ചു. അതിന് മറുപടിയായി ഇന്ദ്രൻ അവളെ നോക്കി 2 കണ്ണും ചെമ്മി കാണിച്ചുകൊണ്ട് ബില്ല് നോക്കി ക്യാഷ് അതിൽ വെച്ച് ഇന്ദുവിനെ നോക്കി പറഞ്ഞു. നീ ഇവിടെ സ്വപ്നം കണ്ടു നിൽക്കാതെ ഇറങ്ങി വരാൻ നോക്ക്. ഇന്ദ്രൻ്റെ ഉറച്ച ശബ്ദം കേട്ടതും ഇന്ദ്രൻ്റെയും ചക്കിയുടെയും പുറകെ ഇന്ദു നടന്നു. എന്നാലും എന്തായിരിക്കും ചക്കിക്ക് പെട്ടെന്ന് പറ്റിയേ? എന്തായാലും വീട്ടിൽ ചെല്ലട്ടെ, ഞാൻ കണ്ട് പിടിക്കുന്നുണ്ട്. ഇന്ദു മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറി. അപ്പോഴേക്കും ഇന്ദ്രൻ്റെ തോളിൽ തല ചേർത്ത് വെച്ച് അപർണ അവനെ ചുറ്റി പിടിച്ചിരുന്നു. ഇന്ദ്രനും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കാർ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലേക്ക് കയറിയതും അപർണ ഹാളിലിരുന്ന വിദ്യയെ കെട്ടിപ്പിടിച്ച് അവരുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. ആഹാ, എൻ്റെ മോളിന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എക്സാം തീർന്നതിൻ്റെയാണോ? വിദ്യ അപർണയുടെ കവിളിൽ തഴുകിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു. അത് കേട്ട് അപർണ നിറഞ്ഞ ചിരിയോടെ തല കുലുക്കിക്കൊണ്ട് ഓടിപ്പോയി സ്റ്റെയർ കയറാൻ പോയതും അവളുടെ കയ്യിൽ പിടി വീണു. തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ഇന്ദ്രൻ അവൻ്റെ കൈകളിൽ അവളെ കോരിയെടുത്ത് സ്റ്റെയർ കയറി. അവരുടെ പോക്ക് കണ്ട് വിദ്യയും ഇന്ദുവും പരസ്പരം നോക്കി ചിരിച്ചു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ചക്കി, സ്റ്റെയർ ഓടിക്കയറരുതെന്ന്? അവൻ അപർണയെ പതിയെ ബെഡിലിരുത്തിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു. ആ സമയവും അപർണ അവനെ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നതല്ലാതെ ഇന്ദ്രനോടൊന്നും പറഞ്ഞില്ല. ഇന്ദ്രൻ അവളിൽ നിന്നും അകന്നു മാറാൻ പോയതും അപർണ ഇന്ദ്രൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവനെ തൻ്റെ നേരെ അടുപ്പിച്ചു. അവളുടെ നീക്കം പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഇന്ദ്രൻ അവളുടെ മേലേക്ക് ചാഞ്ഞു. പക്ഷെ അപ്പോഴേക്കും അവൻ ബെഡിൽ കൈകുത്തി നിന്നു. ആ സമയം തന്നെ അപർണ അവളുടെ കൈകളിൽ ഇന്ദ്രൻ്റെ മുഖം കോരിയെടുത്തുകൊണ്ട് അവൻ്റെ മുഖം മുഴുവൻ അവൾ ആവേശത്തോടെ അമർത്തി ചുംബിച്ചു. അവൻ്റെ കണ്ണുകളിലും നെറ്റിയിലും കവിളിലും എല്ലാം അവൾ തൻ്റെ ചുണ്ടുകൾ ചേർത്തു. ഒടുവിൽ അവൻ്റെ ചുണ്ടിലും അവൾ അമർത്തി ചുംബിച്ചുകൊണ്ട് അവനിൽ നിന്നും അകന്നു മാറാൻ തുനിഞ്ഞതും ഇന്ദ്രൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അവളുടെ അധരങ്ങൾ നുണഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ചു നിമിഷത്തെ പ്രണയചുംബനത്തിന് ശേഷം ഇന്ദ്രൻ തന്നെ അവളുടെ അധരത്തിൽ നിന്നും തൻ്റെ ചുണ്ടുകൾ പിൻവലിച്ചുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു.
കുറച്ച് നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അപർണ ഇന്ദ്രൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. എന്താ ചക്കി നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അതില്ലേ, എനിക്ക് ചിത്തേട്ടനിങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ എനിക്കായി മാത്രം അലയടിക്കുന്ന പ്രണയം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പ്രണയത്തിൽ മുങ്ങിത്താഴാൻ എനിക്കങ്ങ് തോന്നുക. അപർണ പറയുന്ന കേട്ട് ഇന്ദ്രൻ്റെ കണ്ണുകൾ വിടർന്നു. ഇന്നത്തെ ദിവസം എനിക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അറിയൂ ചിത്തേട്ടാ. ഇന്ന് അവളോട് ചിത്തേട്ടൻ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സന്തോഷമാണ് ആ വാക്കുകൾ എന്നിൽ നിറച്ചത്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവിടെ വച്ച് ചിത്തേട്ടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വയ്ക്കാനാണ് എനിക്ക് തോന്നി. അപർണ ആവേശത്തോടെ പറയുന്ന കേട്ട് ഇന്ദ്രൻ ചിരിച്ചു. അതെയോ, എന്നിട്ട് എന്താ അവിടെ വെച്ച് തരാതിരുന്നേ? ഇന്ദ്രൻ കുസൃതിച്ചിരിയോടെ ചോദിച്ചു. പിന്നെ അവിടെ വെച്ച് തന്നിട്ട് വേണം എല്ലാവരും കാണാൻ, അപർണ ചെന്നിക്കൊണ്ട് പറഞ്ഞു. ആര് കണ്ടാലെന്താ, നീ എൻ്റെ അല്ലേ, അതുപോലെ ഞാൻ നിൻ്റെ. ഇന്ദ്രൻ ആർദ്രമായി പറയുന്ന കേട്ട് അപർണ നാണത്തോടെ ചിരിച്ചു. അതെ ചക്കിപ്പൂച്ചേ, നമ്മുടെ കുഞ്ഞിപ്പൂച്ച എന്ത് പറയുന്നു? ഇന്ദ്രൻ അവളുടെ വയറിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. എന്നോടൊന്നും പറഞ്ഞില്ല ചിത്തേട്ടാ, അപർണ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. അതെയോ, എങ്കിൽ ഞാൻ സംസാരിക്കാം എൻ്റെ കുഞ്ഞിപ്പൂച്ചയോട്. ഇന്ദ്രൻ അതും പറഞ്ഞുകൊണ്ട് അപർണയെ ബെഡിലേക്ക് ചായച്ച് കിടത്തി അവളുടെ വയറിൻ്റെ അടുത്ത് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി.